നമസ്കാരം. ചിലരെന്നെ വിളിച്ച് ചോദിക്കുന്നൊരു സംശയം, ഈ വേദഗ്രന്ഥങ്ങളെല്ലാം മാറ്റപ്പെട്ടിട്ടുണ്ട്, അല്ലെ തിരുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. അതുമല്ല, ഈ ഹൈന്ദവ രീതിയിൽ നോക്കുമ്പോൾ ശരിക്കും വേദഗ്രന്ഥങ്ങൾ പുറമെ അനേക ഗ്രന്ഥങ്ങൾ ഓരോരോ കാലഘട്ടത്തിലും ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ അതിലൊരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. പുരാണങ്ങളും ഉപനിഷത്തുകൾ, വേദങ്ങൾ, ഇങ്ങനെ പല ഗ്രന്ഥങ്ങളും മാത്രമല്ല, പിന്നീട് ഈ വേദഗ്രന്ഥങ്ങൾ വായിച്ച് പഠിച്ച് ജനങ്ങളുടെ ഇടയിൽ ദൈവികമായ ദർശനങ്ങൾ നൽകിയവരുടെ ഗ്രന്ഥങ്ങളും കാഴ്ചപ്പാടും എല്ലാം ഇതിനകത്തുണ്ട്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇതില് ഏതാണ് ശരിക്കും നമ്മൾ വിശ്വസിക്കേണ്ടത്? കാരണം ഇത്രയും വായിച്ച് മൊത്തം മനസ്സിലാക്കി എടുത്ത് ഈ ഒരു കാലഘട്ടത്ത് നമുക്ക് ദൈവമായിട്ടുള്ളൊരു ആ ഒരു കണക്ഷനോ അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചോ ഒന്ന് മനസ്സിലാക്കി എടുക്കണം എന്ന് വെച്ചാൽ പാടാണ്. കാരണം അവനവന് ജോലികളുണ്ട്, കുടുംബ ഉത്തരവാദിത്തങ്ങൾ, പ്രാരാബ്ധം, സമയമില്ല. അപ്പം ഈ അവസരത്തിൽ ഈ വേദഗ്രന്ഥങ്ങളെല്ലാം ഇരുന്ന് വായിച്ച് ശരിക്കും ഒരാൾക്ക് എങ്ങനെ കയറി വരാൻ പറ്റും? ഇപ്പൊ ബൈബിളിൽ തന്നെ തിരുത്തുകളുണ്ട് എന്ന് പറയുന്നു. അപ്പൊ ഇതെന്താണ് അതിൽ തിരുത്ത്? അപ്പൊ അങ്ങനെ തിരുത്തിയ ഈ ബൈബിൾ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? അതെങ്ങനെ വായിച്ച് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും? ഖുറാനും ഇതേപോലെ തന്നെ വായ്മൊഴിയാൽ പറഞ്ഞുകൊടുത്ത പല കാര്യങ്ങളും മുഹമ്മദ് നബിക്ക് ദൈവത്തിന്റെ ഒരു മാലാഖയിലൂടെ അല്ലെങ്കിൽ ഒരു ദേവനിലൂടെ ലഭിച്ച നിർദ്ദേശങ്ങളും നബിയുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും ശിഷ്യർക്ക് പറഞ്ഞുകൊടുത്ത് അവരുടെ ശിഷ്യർ വീണ്ടും അവരുടെ വായ്മൊഴിയാൽ കേട്ട് മനസ്സിലാക്കി പിന്നീട് ആണ് അതിനെ എഴുതി ഗ്രന്ഥമായി മാറ്റിയത്. അപ്പം അതിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഞാൻ എന്റെ ഈ കാര്യങ്ങൾ പറയുന്നു, നിങ്ങൾ പലരും കേൾക്കുന്നു. എന്റെ കാലശേഷം നിങ്ങളുടെ മക്കളിലൂടെ ഈ കാര്യങ്ങൾ അറിയുന്നു. എഴുത്തും വായന ഇല്ലെന്ന് മനസ്സിലാക്കണം. കേട്ട് പഠിച്ച കാര്യങ്ങളാണ്. അവരവരുടെ അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇപ്പൊ നിങ്ങളും കാണൂല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് പിന്നീട് ഒരു 2-3 തലമുറ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എന്നും പറഞ്ഞ് അവർ എഴുതി വെക്കുന്നതെല്ലാം എങ്ങനെ കറക്റ്റ് ആവും? അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പല സംശയങ്ങളുണ്ട്. അപ്പൊ അത് കാരണം ഈ വേദഗ്രന്ഥങ്ങൾ പലതും, ഈ ഹൈന്ദവമാണെങ്കിലും മുസ്ലിം ആണെങ്കിലും എന്താണെങ്കിലും, ശിഷ്യരിലൂടെയൊക്കെ കൈമറിഞ്ഞ് വരികയും പിന്നെ അതിനെ തർജ്ജിമകളൊക്കെ ചെയ്ത് പിന്നെയും മാറ്റങ്ങൾ വരും. അപ്പൊ ഇതൊക്കെ ഉള്ള ഈ സമയത്ത് നമ്മൾ ഇതിൽ എന്ത് വിശ്വസിക്കും? ഏതാണ് ഇതിൽ നിന്ന് എടുക്കേണ്ടത്? ഇതാണ് പലരുടെയും ചോദ്യം. അപ്പൊ എന്റെ മെസ്സേജിലൂടെ ഞാൻ ആദ്യമേ പറയുന്നുണ്ട്, നമുക്ക് ഇതിൽ നിന്നെല്ലാം അടിസ്ഥാനപരമായിട്ട് കുറച്ച് കാര്യങ്ങളെ കിട്ടുള്ളൂ. ശരിക്കും ഈ യൂട്യൂബിലൂടെ അല്ലെങ്കിൽ മറ്റ് ഗ്രന്ഥങ്ങളിലൂടെയൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കി എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം കൺഫ്യൂസ്ഡ് ആണ്. ഇത് പ്രത്യേകിച്ച് നമുക്ക് ഒരു കുറച്ച് യുക്തിബോധമുള്ള ഒരാൾക്ക് ഇതൊന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റൂല, പാടാണ്. പക്ഷേ ഇതെല്ലാം തമ്മിലും കണക്ഷൻ ഉണ്ട്. നമ്മുടെ ബുദ്ധി ആ ലെവലിൽ സഞ്ചരിക്കാത്തത് കൊണ്ടാണ് നമുക്കിത് തമ്മിൽ യാതൊരു ബന്ധമില്ലാന്ന് തോന്നുന്നത്. പക്ഷെ എല്ലാ ഗ്രന്ഥങ്ങളും തമ്മിൽ ബന്ധമുണ്ട്. കാരണം ഇതിന്റെ അടിസ്ഥാന കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് വായിച്ചാലേ നമുക്കിതിന്റെ ഒരു ബന്ധം പിടികിട്ടുള്ളൂ. അതുകൊണ്ടാണ് ദൈവം എന്നിലൂടെ പറയുന്നത് ഈ അടിസ്ഥാന കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് കൊടുക്കുക. ഇപ്പൊ നിങ്ങൾ ഈ ഗ്രന്ഥങ്ങൾ പണ്ട് എവിടെയൊക്കെയോ എന്തൊക്കെയോ വായിച്ചിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് പലതും ദഹിച്ചിട്ടില്ല, പലതും അങ്ങോട്ട് ക്ലിയർ ആയിട്ടില്ല. പക്ഷെ എന്റെ മെസ്സേജുകൾ കേട്ട് കുറെ അടിസ്ഥാനങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ ഇനി നിങ്ങൾക്ക് മനസ്സിലാകും ഇതിന്റെ അകത്ത് എവിടെയൊക്കെ തിരുത്തൽ വന്നിട്ടുണ്ട്, എന്താണ് കറക്റ്റ് എന്ന് നിങ്ങൾക്ക് ഇനി പിടികിട്ടും. കാരണം നിങ്ങൾക്കൊരു ബേസ് കിട്ടിക്കഴിഞ്ഞു എന്റെ മെസ്സേജിലൂടെ. പക്ഷെ ആദ്യം നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്റെ എല്ലാ മെസ്സേജിലും എന്തെങ്കിലുമൊക്കെ കേട്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തിയായിരിക്കണം. അല്ലാതെ ഏതെങ്കിലും ചില മെസ്സേജ് മാത്രം കേട്ടിട്ട് ബാക്കി കുറെ സംശയവും വെച്ച് ഈ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കാൻ പോയി കഴിഞ്ഞാൽ വീണ്ടും സംശയങ്ങൾ വരും. എന്നാൽ എന്റെ മെസ്സേജിലൂടെ ഏതാണ്ട് കുറെ കാര്യങ്ങൾ മനസ്സിലായ ഒരു വ്യക്തിക്ക് ഈ ഗ്രന്ഥങ്ങൾ ഇനി വായിച്ചു നോക്കുമ്പോൾ ഇനി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്നും മനസ്സിലായി പിടികിട്ടി വരും. അപ്പോൾ ഇതിൽ നിന്ന് തെറ്റിക്കിടക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നല്ലാതെ സ്വന്തം ബുദ്ധിയാൽ മാറിപ്പോയി ചിലർ എഴുതി വെച്ചത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. ഇനി ഈ ബൈബിളിലൊക്കെ തന്നെ തർജ്ജിമയിൽ തന്നെ ഉണ്ട് പ്രശ്നങ്ങൾ. അത് പലയിടത്തും പല പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഇംഗ്ലീഷിലുള്ള ഒരു വാക്ക് ശരിക്കും മലയാളത്തിൽ തർജ്ജിമ ചെയ്ത് വെക്കുമ്പോൾ അതിൽ തന്നെ തെറ്റി തർജ്ജിമ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ പക്ഷെ ഇനി ഈ കാലഘട്ടത്തിൽ സത്യം ജനങ്ങൾ തിരിച്ചറിയണം. ഇല്ലെങ്കിൽ ഈ മതങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഐക്യമില്ലാതെ എന്റേതാണ് ശരി നിന്റേതാണ് ശരി എന്നും പറഞ്ഞ് തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കും. ഇതെല്ലാം ശരിയാണ്. അപ്പൊ എല്ലാത്തിനും ശരികളുണ്ട്. പക്ഷെ നമ്മളുടെ അറിവ് അത്രയും വരാത്തത് കൊണ്ട്, നമ്മുടെ ബുദ്ധി അത്രയും വികസിച്ച് പോകാത്തത് കൊണ്ടാണ് നമുക്ക് പിടികിട്ടാത്തതെന്ന് മനസ്സിലാക്കണം. ഓരോരുത്തരും ഈ ഇങ്ങനെയുള്ള ചില അടിസ്ഥാന കാര്യങ്ങൾ എന്റെ മെസ്സേജിലൂടെയൊക്കെ മനസ്സിലാക്കിയിട്ട്
നിങ്ങൾ ഇപ്പൊ ഹിന്ദു മതമാണെങ്കിൽ നിങ്ങൾ ശരിക്കും നിങ്ങൾക്ക് വേദഗ്രന്ഥങ്ങൾ അത്രയും വായിച്ച് മനസ്സിലാക്കിയെടുക്കാൻ പറ്റാത്തത് കൊണ്ട് സിമ്പിളായിട്ടുള്ള കാര്യം പറഞ്ഞാൽ ഈ വേദഗ്രന്ഥങ്ങളും ഈ ഉപനിഷത്തുക്കളും ഇതെല്ലാം അരച്ച് കലക്കി പഠിച്ച വ്യക്തിയാണ് ശ്രീകൃഷ്ണൻ, ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത്. ആ കൃഷ്ണൻ അർജുനനെ ഉപദേശിക്കുമ്പോൾ ഈ അർജുനനും ഈ പാണ്ഡവരും അവരും ഒക്കെ ഇതേ വേദഗ്രന്ഥങ്ങളൊക്കെ പഠിച്ചതാണ്, ദ്രോണാചാര്യ കൂടെ ഒന്ന് പഠിച്ചതാണ്. പക്ഷെ ഒന്നും തലയ്ക്കകത്ത് വർക്കിംഗ് ആയിട്ടില്ല. കാരണം കുറെ ചുമ്മാ പഠിക്കുന്നേ ഉള്ളൂ, അതിന്റെ ആ സത്ത് പിടിയിട്ടിട്ടില്ല. അതുകൊണ്ടാണ് കൃഷ്ണൻ യുദ്ധസമയത്ത് ഒന്നും കൂടെ ഇതെല്ലാം ഒന്ന് അരച്ച് കലക്കി ഇതിന്റെ അകത്ത് നിന്നും ശരി മാത്രം ഫിൽട്ടർ ചെയ്തും കൊണ്ട് അർജുനനെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഇത്രയും പഠിക്കുന്നതിന് പകരം ഇതിന്റെ അകത്തുനിന്ന് ശരി മാത്രം പഠിച്ചാൽ മതിയെങ്കിൽ ഭഗവത്ഗീത വായിച്ചു നോക്കിയാൽ ഇതിൽ നിന്ന് ശരി കിട്ടും. ബൈബിളിൽ തന്നെ ഒരുപാട് ശരികളുണ്ട്. ബാക്കി ഒരുപാട് ശരികൾ പുനർജന്മത്തെക്കുറിച്ചും അന്ത്യകാലത്തെക്കുറിച്ചും ദേവി ദേവന്മാരുടെ രീതികളെ കുറിച്ചൊക്കെ പല പ്രവാചകർ ബൈബിളിൽ പറയുന്ന രീതിയിലുള്ള പ്രവാചകർ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട്. അതെല്ലാം ഗ്രന്ഥങ്ങളായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അന്ന് തുടക്കം കുറിച്ച ആദിമ സഭയായ കത്തോലിക്ക സഭ അതൊക്കെ വായിച്ചു നോക്കിയിട്ട് ഹൈന്ദവുമായിട്ടൊക്കെ എന്തോ ബന്ധമുള്ളത് പോലെയാണല്ലോ എന്ന് തോന്നിയിട്ട് ആവിധ ഗ്രന്ഥങ്ങളെല്ലാം മാറ്റിക്കളഞ്ഞിട്ട് അവർക്ക് ബോധിച്ച കുറച്ച് കാര്യങ്ങൾ മാത്രം, അതും ഒരുപാട് നശിച്ചു പോയിട്ടുണ്ട്. തീ പിടിച്ചും കത്തിച്ചും ഒക്കെ നശിപ്പിച്ച് കളഞ്ഞതിന്റെ ബാക്കി ചുരുളുകൾ. ഈ ബൈബിള് എന്ന് പറയുന്നത് ഒരാളിരുന്ന് എഴുതി ഉണ്ടാക്കിയ സാധനമല്ല. 3000-4000 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ഓരോ ദൈവികമായി വരുന്ന പ്രവാചകർ എന്ന് പറയുന്ന ദൈവപുരുഷന്മാർ അവരുടെ അനുഭവത്തിലൂടെ അവർ മുന്നോട്ട് പോകുമ്പോൾ അവരോ അവരുടെ ശിഷ്യരോ അത് രേഖയാൽ ഓലയിലും അതിലൂടെയൊക്കെ അവർ അന്നത്തെ രീതിയിൽ എഴുതി വെച്ചതിനെ പല പല സ്ഥലത്തു നിന്നും പല പല ഗുഹകളിലും പല പല വീടുകളിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഒന്നിച്ച് ശേഖരിച്ച് ഒരു ബുക്കാക്കി മാറ്റിയതാണ് ശരിക്കും പറഞ്ഞ ബൈബിൾ. അല്ലാതെ യേശു വന്ന് എഴുതിയതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ എഴുതിയതൊന്നും അല്ല. പലരുടെയും കൈയെഴുത്തുകൾ പല ഭാഗത്തുനിന്ന് ശേഖരിച്ചിട്ട് ഒന്നിച്ച് ആക്കി വെച്ചതാണ്. പക്ഷെ ഖുർആൻ അങ്ങനെയല്ല. മുഹമ്മദ് നബിക്ക് ആ ഒരു മലക്ക് അല്ലെങ്കിൽ ഒരു മാലാഖ നബിക്ക് വേണ്ട കാര്യങ്ങളും നബിയുടെ സംശയങ്ങളും ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കറക്റ്റ് പറഞ്ഞുകൊടുത്ത് നബി അതെല്ലാം തന്റെ ശിഷ്യരെ അതേപോലെ പറഞ്ഞ് പഠിപ്പിച്ചത് പിന്നീട് എഴുതി വെച്ചതാണ് ഖുർആൻ. പക്ഷേ ബൈബിൾ വ്യത്യാസമുണ്ട്. ഓരോരുത്തരുടെ അനുഭവ കഥകളാണ് ബൈബിൾ എന്ന് പറയുന്നത്. യേശു മരിച്ചതിന് ശേഷം യേശുവിന്റെ ശിഷ്യരായിട്ട് കൂടെ നടന്നവർ യേശു ചെയ്ത കാര്യങ്ങളും കണ്ട കാര്യങ്ങളും പഠിപ്പിച്ച കാര്യങ്ങളും അവരവരുടെ കാഴ്ചപ്പാടിൽ അവർ എന്ത് വിളിച്ചു. ചിലർ യേശുവിനെ ദൈവം തന്നെ, യേശു തന്നെയാണ് ദൈവം എന്ന് പറഞ്ഞ ശിഷ്യരുണ്ട്. അപ്പൊ അവരൊക്കെ എഴുതി വെച്ച അവരുടെ മാനസിക വളർച്ചയിൽ അവർ എഴുതി വെച്ച കാര്യങ്ങളൊക്കെയാണ് ബൈബിളിലെ പുതിയ നിയമം എന്ന രീതിയിൽ നമ്മൾ കാണുന്നത്. അതും ഒരാൾ എഴുതിയതല്ല. ഈ എഴുത്തുമായിട്ട് യേശുവിന് യാതൊരു ബന്ധവുമില്ല. യേശുവൊക്കെ മരിച്ചതിന് ശേഷമാണ് ശിഷ്യർ എഴുതി വെച്ച കാര്യങ്ങളെല്ലാം. പക്ഷെ അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതെല്ലാം ഒന്ന് വായിച്ചു നോക്കിയിട്ട് നമ്മുടെ ഉള്ളിൽ നമുക്കൊരു കാഴ്ചപ്പാട് വരും. അപ്പൊ ആദ്യം ഞാൻ ഈ പറഞ്ഞതുപോലുള്ള ഈ പ്രധാനമായ അടിസ്ഥാന കാര്യം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് കൽക്കി ഒരു വ്യക്തിയിലൂടെ അല്ല പല പല വ്യക്തികളിലൂടെ 350 വർഷത്തോളം ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞതിന്റെ കാരണം ഇതാണ്. ഇപ്പൊ ഇത് മനസ്സിലാക്കണം. അപ്പൊ അവർ പറയുന്നതാണ് ശരി, മറ്റവര് ഇതിനെ കോപ്പി അടിച്ച് എഴുതിയതാണ് അല്ലെങ്കിൽ ഒരു ഊഹം വെച്ച് തള്ളി വിട്ടതാണ് എന്നൊക്കെ പറഞ്ഞ് പല മതങ്ങൾ അങ്ങോട്ട് പറയും. ഇതെല്ലാം കറക്റ്റാണ്. ഓരോരുത്തർക്കും അവരുടെ രീതിയിൽ ദൈവത്തിൽ നിന്നും ദർശനങ്ങൾ ലഭിച്ച് എഴുതിയതാണ്. പക്ഷെ അവരവരുടെ കാഴ്ചപ്പാടിൽ അവർക്ക് കിട്ടിയ കാര്യങ്ങൾ അവർ എഴുതി വെച്ചതേ ഉള്ളൂ. അതൊന്നും കള്ളമല്ല, അതൊക്കെ ശരിയാണ്. പിന്നെ തിരുത്ത് കൊണ്ട് എന്ന് പറയുന്നത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇപ്പൊ ഒരിടത്ത് ഒരുത്തനെ കൊല്ലാൻ പറഞ്ഞു അല്ലെങ്കിൽ അവനെ കൊല്ലണം എന്ന് പറഞ്ഞിട്ട് വേറെ സ്ഥലത്ത് അവനെ കൊന്നില്ല വെറുതെ വിട്ടു എന്ന് എഴുതിച്ചിരുന്നാൽ ഈ രണ്ടും നമുക്ക് യോജിക്കില്ല. കാര്യം ഒരു കഥ പറയുമ്പോൾ കഥ ഒരേ കഥയായിരിക്കും. നടന്ന സംഭവമാണെങ്കിൽ ഒരേപോലെയല്ലേ പോകുള്ളൂ. അപ്പം ഒരാൾ വേറെ പറയുന്നു, ഒരാൾ വേറെ രീതി പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം രണ്ടുപേരുടെ കഥയിൽ ഏതെങ്കിലും ഒരു കഥയായിരിക്കും അല്ലെങ്കിൽ ഒരു അനുഭവമായിരിക്കും കറക്റ്റ്, ഏതോ ഒന്ന് മാറ്റിക്കളഞ്ഞു അല്ലെങ്കിൽ തിരുത്തിപ്പോയി. അതുകൊണ്ടാണ് ഈ രണ്ട് വൈരുദ്ധ്യം പറഞ്ഞത്. അപ്പൊ അങ്ങനെ വൈരുദ്ധ്യം പറഞ്ഞ സാധനങ്ങൾ നിങ്ങൾ വിശ്വസിക്കരുത്, മാറ്റിവെക്കുക. ഒരേപോലെ വരുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇപ്പൊ എന്റെ ഈ മെസ്സേജൊക്കെ കേട്ട അടിസ്ഥാനം കിട്ടുന്നവർക്ക് അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ അവർ ആത്മാവ് പറഞ്ഞു തരും ശരി അത് തെറ്റേതെന്ന്. അപ്പൊ അത് വിശ്വസിച്ച് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം. ഇല്ലെങ്കിൽ ആ ഒരു സംഭവം വെച്ചിട്ട് ഇത് മറ്റ് ഗ്രന്ഥങ്ങൾ ഖുറാനിൽ എന്തെങ്കിലുമൊക്കെ ബന്ധമുണ്ടോ എന്ന രീതിയിൽ നിങ്ങൾ തന്നെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇതിൽ യാതാണ്ടൊരു കാര്യം കിട്ടും. ഇപ്പൊ ബെസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞാൽ തന്നെ ഇപ്പൊ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഈ മാലാഖമാർക്കൊക്കെ ഓരോരോ ആയുധങ്ങളും അല്ലെങ്കിൽ ഓരോ മുഖങ്ങളും അല്ലെങ്കിൽ ഓരോ ഡ്യൂട്ടീസ് എന്നൊക്കെ പറഞ്ഞൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഈ ഡ്യൂട്ടി ശരിക്കും നമ്മളെ ഹൈന്ദവത്തിൽ ആർക്കൊക്കെ ഉണ്ട്? ഖുറാന്റെ രീതി നോക്കുമ്പോൾ അവിടുത്തെ മലക്കുകളിൽ ഈ ഡ്യൂട്ടീസ് ആർക്കൊക്കെ ഉണ്ട്? ഗ്രീക്ക് ദൈവങ്ങളിൽ ആർക്ക്? ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ തന്നെ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഈ പറഞ്ഞിരിക്കുന്ന വ്യക്തികളൊക്കെ ഒന്നാണെന്നും പല പല മതക്കാർ അവരവരുടെ
രീതിയിൽ പറഞ്ഞു പഠിച്ച് അല്ലെങ്കിൽ വിളിക്കുന്ന ഓരോ പേരുകളാണെന്ന് നിങ്ങൾക്ക് തന്നെ പിടികിട്ടും. ഇതൊന്നും അല്ല ശരിക്കും യഥാർത്ഥത്തിലുള്ള ഈ മാലാഖ അല്ലെങ്കിൽ ഈ ഏലിയന്റെ ശരിക്കുള്ള പേര് ഇതൊന്നും അല്ല എന്നുള്ള സത്യം കൂടെ തിരിച്ചറിയണം. അത് വേറെയാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ കുറച്ച് യുക്തിബോധവും കുറച്ച് അടിസ്ഥാന കാര്യങ്ങളും, ഈ മൂന്നും എല്ലാം ഒരേ ദൈവത്തിൽ നിന്ന് തന്നെയാണ്. അല്ലെങ്കിൽ ഈ മൂന്നല്ല എത്ര മതങ്ങളുണ്ടെങ്കിലും ഇതെല്ലാം മനുഷ്യരാൽ കുറെ ഭാവനയും കൂടെ ചേർന്ന് വകതിരിവായി ഇപ്പൊ തന്നെ ഒരു കോൺഗ്രസ് പാർട്ടി നമുക്കറിയാമല്ലോ. കോൺഗ്രസ് പാർട്ടി ശരിക്കും പറഞ്ഞ ഇന്ത്യ സ്വാതന്ത്ര്യ സമര സമയത്ത് എത്ര കോൺഗ്രസ് പാർട്ടി ഉണ്ടായിരുന്നു? ഒരൊറ്റ ആയിട്ട് തുടങ്ങി. ഇപ്പൊ എത്ര ഉണ്ട്? IEFGHIJKLMN ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. അപ്പൊ ഇത് എല്ലാരും തമ്മിൽ അടിയാണ് ഇപ്പൊ. അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചോണ്ടിരിക്കണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അടിവെപ്പ് പാരവെപ്പും ശത്രുതയും ഒക്കെ ഉണ്ട്. ഇത് തന്നെയാണ് ഈ മതം ഉണ്ടായി വരുന്നതിൽ പറ്റിയിരിക്കുന്നുള്ളതെന്ന് നിങ്ങൾ തിരിച്ചറിയണം. വന്നേ ഉള്ളൂ. ഇപ്പൊ ക്രിസ്ത്യൻ മതത്തിൽ തന്നെ നോക്കുക, അതിനകത്ത് തന്നെ ഉണ്ട് തമ്മിൽ തിരിവും വേർതിരിവും. ഇതെല്ലാം പൈശാചിക അല്ലെങ്കിൽ അസുരന്മാരുടെ തന്ത്രങ്ങളാണ്. ഈ ബോധമില്ലാത്ത അല്ലെങ്കിൽ ശിശുക്കളായ മനുഷ്യരെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് വകതിരിച്ച് സ്പ്ലിറ്റ് ചെയ്യിപ്പിച്ച് തമ്മിൽ തല്ലിക്കുന്നത് ഈ അസുരന്റെ അല്ലെങ്കിൽ ഈ പൈശാചിക ശക്തിയുടെ പ്ലാനാണ് എന്ന് മനസ്സിലാക്കുക. ഇതിനെയാണ് ഹൈന്ദവത്തിൽ കലി എന്ന് പറയുന്നത്. ഈ കലിയെ തോൽപ്പിക്കാനാണ് ശരിക്കും ഈ കൽക്കി അല്ലെങ്കിൽ ഈ ക്രിസ്തുവിന്റെ രണ്ടാം വരവ് എന്ന് പറയുന്നത്. ഈ കലിയെ തോൽപ്പിക്കാൻ തന്നെ, ഈ കലിയെ തന്നെയാണ് മറ്റേ മതങ്ങളിലൊക്കെ ഓരോരോ പേരിട്ട് പറയുന്നത്. അപ്പൊ നമ്മൾ നോക്കേണ്ടത് ഈ കലി എന്താണ്, അവന്റെ സ്വഭാവം എന്താണ് എന്ന് നിങ്ങൾ വാച്ച് ചെയ്താൽ എല്ലാ മതത്തിലും പറഞ്ഞിരിക്കുന്ന ഈ പൈശാചിക ശക്തിയുടെ സ്വഭാവം ഒന്ന് തന്നെയാണ്, പല പേരെന്നേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള കുറെ അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായ മതത്തിൽ നിന്ന് തന്നെ, ഈ ഹിന്ദുക്കളാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഭഗവത്ഗീത, ക്രിസ്ത്യാനികൾ ബൈബിള്, മുസ്ലിങ്ങൾ ഖുറാൻ നല്ല രീതിയിൽ തിരിച്ചും മറിച്ചും വായിച്ച് ഗവേഷണം ചെയ്ത് അതിൽ നിന്നുള്ള എല്ലാ സത്തുകളും ഒരു നിധി, ഒരു മുത്തുകൾ അതിന്റെ അകത്തൊക്കെ ഒളിഞ്ഞിടപ്പുണ്ട്. അതെല്ലാം തപ്പിയെടുക്കുക. അത് നിങ്ങൾക്ക് പ്രയോജനം വരും. നിങ്ങൾ വായിക്കുമ്പോൾ കിട്ടുന്ന കാര്യമായിരിക്കില്ല വേറൊരാള് അതേ ഗ്രന്ഥം വായിക്കുമ്പോൾ അയാൾക്ക് സ്ട്രൈക്ക് ചെയ്യണത്. ഓരോരുത്തർക്കും ഓരോന്നാ സ്ട്രൈക്ക് ചെയ്യുള്ളൂ. കാരണം നിങ്ങളുടെ ആത്മാവും നിങ്ങളുടെ ആത്മീയ വളർച്ചയും നിങ്ങളുടെ ആത്മാവിന്റെ നിയോഗം വെച്ച് ഒരു ഗ്രന്ഥം വായിക്കുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടതാണ് നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്യണത്. അതാണ് ഇതിന്റെ പ്രധാനം. സ്വന്തം വീട്ടിലുള്ള വേറൊരാൾ വായിച്ചാൽ പോലും നിങ്ങൾക്ക് കിട്ടിയ സാധനങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ആ സംഗതികളായിരിക്കില്ല അവർക്ക് കിട്ടുന്നത്. അവരുടെ ആത്മീയ വളർച്ച അനുസരിച്ചും അവരുടെ ആത്മാവിന്റെ നിയോഗം അനുസരിച്ചും അവർക്ക് വേണ്ടതേ അവർക്ക് അതിൽ നിന്ന് കിട്ടുള്ളൂ. അപ്പം ഓരോരുത്തരും അവരവർക്ക് വേണ്ടത് ഇതിനകത്ത് നിന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്.